ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 11-ാമത്തെ ദിനം, കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 11-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ദൈവസന്നിധിയിൽ ഈ നോമ്പ് കാലത്ത് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടുന്നതായ ദിനങ്ങളാണ് ഇനി നമ്മുടെ മുൻപിൽ ഉള്ളത്. യഹോവയെ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് ദാവീദ് 139-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മെ അറിയുന്നതായ ഒരു ദൈവം, ആ ദൈവം മുൻപാകെയാണ് നാം ഈ നോമ്പ് കാലത്ത് ആയിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ യാത്രകൾ തുടരാം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 139-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. സാംസ് 139:23. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. വലിയ നോമ്പിൻ്റെ 11-ാമത്തെ ദിവസം നമ്മെ ദൈവത്തിൻ്റെ പരിശോധനയ്ക്ക് സമർപ്പിക്കുവാനുള്ള ധൈര്യത്തിലേക്ക് വിളിക്കുകയാണ്. സാധാരണയായി നാം ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുന്നു, സഹായങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ഇന്ന് നാം പറയേണ്ടുന്നതായ പ്രാർത്ഥന വ്യത്യസ്തമാണ്. ദൈവമേ, എന്നെ ശോധന ചെയ്യണമേ. ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിവാകും. മറഞ്ഞിരിക്കുന്നതായ അഭിമാനം, ന്യായീകരിച്ച പാപങ്ങൾ, ശ്രദ്ധിക്കാത്ത ആത്മീയ മന്ദഗതി, വാക്കുകളിലും ചിന്തകളിലുമുള്ള അശുദ്ധി. പരിശോധന വേദനകരമായിരിക്കാം, പക്ഷേ അതിൻ്റെ ഉദ്ദേശം ശിക്ഷയല്ല, മറിച്ച് ശുദ്ധീകരണമാണ്. ഈ വലിയ നോമ്പ് നമ്മെ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിർത്തുകയാണ് പ്രിയമുള്ളവരെ. ആ കണ്ണാടി ദൈവവചനമാണ്. അതിൽ നമ്മൾ നമ്മെ തന്നെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാകാത്ത സത്യങ്ങൾ കാണുവാനിടയാകും. എന്നാൽ ദൈവം വെളിപ്പെടുത്തുന്നത് നമ്മെ തള്ളാനല്ല, മറിച്ച് നമ്മെ തിരുത്തുവാനാണ്. പ്രിയരെ, ഇന്ന് നമുക്കൊരു ആത്മീയ ധൈര്യം കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവമേ, ഞാൻ മറയ്ക്കുന്നതെല്ലാം നീ കാണിക്കുന്നു. എൻ്റെ ഉള്ളം മുഴുവനും നിൻ്റെ വെളിച്ചത്തിൽ നിറയ്ക്കുന്നു. പരിശോധിക്കപ്പെട്ട ഹൃദയം ശുദ്ധമാകും. ശുദ്ധമായ ഹൃദയം ദൈവത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കും. ശോധന ചെയ്യപ്പെട്ട ഹൃദയം ശുദ്ധമായി തീരും. ശുദ്ധമായ ഹൃദയം ദൈവത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, എൻ്റെ ഹൃദയം നീ ശോധന ചെയ്യണമേ. എൻ്റെ ഉള്ളിലെ തെറ്റായ വഴികളെ നീ കാണിച്ച് അവ തിരുത്തണമേ. നിൻ്റെ സത്യത്തിൽ എന്നെ നയിച്ച് നിൻ്റെ ഇഷ്ടപ്രകാരം നടക്കുവാൻ എനിക്ക് കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.